വബറകാത്തു. ഇൻഷാല്ലാ നമുക്ക് എടുക്കാനുള്ള പാഠം ആൻ ഇന്ത്യൻ അമേരിക്കൻ വുമൺ ഇൻ സ്പേസ് കൽപ്പന ചൗള. അപ്പോൾ ഒരു ഇന്ത്യൻ അമേരിക്കൻ വംശജയായിട്ടുള്ള ഒരു സ്ത്രീയായിട്ടുള്ള ഒരു സ്പേസിൽ, അതായത് ബഹിരാകാശത്ത് പോയ ഒരു സ്ത്രീയുടെ ഒരു കഥയാണ്. കൽപ്പന ചൗള എന്നാണ് അവളുടെ പേര്. അപ്പോൾ നമ്മൾ പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ചുറ്റുപാട് ഒരുപാട് സ്ത്രീകൾ നമുക്കറിയാം, അല്ലേ? സ്ത്രീകളെന്ന് പറഞ്ഞാൽ വലിയ വലിയ ജോലികളൊന്നും ചെയ്യാതെ വീട്ടിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു രീതിയാണ് പൊതുവെ സ്ത്രീകളിൽ കാണാറ്. സ്ത്രീകളിൽ അതുപോലെ തന്നെ സ്പേസിലൊക്കെ സ്ത്രീകൾ വർക്ക് ചെയ്യുക എന്നുള്ളത് പറഞ്ഞാൽ അത് വളരെ വലിയ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. അപ്പോൾ ഇത്തരം മേഖലയിൽ വരെ സ്ത്രീകൾ എത്തിപ്പെട്ടു എന്നാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ബിഫോർ യു റീഡ് എന്ന ഭാഗം നിങ്ങൾ കാണുന്നുണ്ട്. In 1997, an Indian American Kalpana Chawla was part of the international crew aboard the US Space Shuttle Columbia, becoming the first woman born in India to go into space. Sadly, the second mission in Columbia ended in tragedy. അപ്പോൾ അതിൽ പറയുന്നത് 1997 കൽപ്പന ചൗള was a part of international crew aboard the space shuttle. യുഎസിലെ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയുടെ സ്പേസ് ഷട്ടിലിൻ്റെ ഒരു ഭാഗമായി ജോലിക്കാരിയായി അവൾ മാറി. അങ്ങനെ ബിക്കമിങ് ദ ഫസ്റ്റ് വുമൺ ബോൺ ഇൻ ഇന്ത്യ ടു ഗോ ഇൻ ടു സ്പേസ്. അവൾ ആദ്യത്തെ ഇന്ത്യൻ ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ള ആദ്യത്തെ സ്ത്രീയാണ്. സ്പേസിലേക്ക് പോകുന്നവരിൽ വെച്ച് ആദ്യത്തെ സ്ത്രീ, ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ള ആദ്യത്തെ സ്ത്രീയാണ് ആര്? കൽപ്പന ചൗള. സാഡ്ലി, ദുഃഖകരം എന്ന് പറയട്ടെ, ദ സെക്കൻഡ് മിഷൻ ഇൻ കൊളംബിയ, രണ്ടാമത്തെ ദൗത്യം, മിഷൻ എന്ന് പറഞ്ഞ ദൗത്യം, രണ്ടാമത്തെ ദൗത്യം, സ്പേസിലേക്ക് പോകേണ്ട രണ്ടാമത്തെ ദൗത്യം എൻഡഡ് ഇൻ ട്രാജഡി, അതൊരു ദുരന്തത്തിലാണത് അവസാനിച്ചത്. എൻഡഡ് പറഞ്ഞാൽ അവസാനിച്ചു, ഇൻ ട്രാജഡി പറഞ്ഞാൽ ദുരന്തം. അപ്പോൾ ഒരു ഇന്ത്യയിൽ ജനിച്ച ആദ്യമായിട്ട് സ്പേസിൽ പോകുന്ന ആദ്യത്തെ വനിതയാണ് ആര്? കൽപ്പന ചൗള എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അവളുടെ ഒരു കഥയാണ് നമ്മുടെ ആൻ ഇന്ത്യൻ അമേരിക്കൻ വുമൺ ഇൻ സ്പേസ് കൽപ്പന ചൗള എന്നുള്ള പാഠത്തിലൂടെ വിശദീകരിക്കുന്നത്. ന്യൂസ് റിപ്പോർട്ടുണ്ട് ഇവിടെ. ആ ന്യൂസ് റിപ്പോർട്ട് നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങളെന്താവുക, ഈ ന്യൂസ് റിപ്പോർട്ട് മുഴുവൻ വായിച്ചിട്ട് അതിൻ്റെ ട്രാൻസ്ലേഷൻ ചെയ്തിട്ട് നിങ്ങളെന്താവുക അയക്കണം എനിക്ക്. ഓക്കെ, ടെലഗ്രാമിൽ അയക്കണം. നിങ്ങളൊന്ന് വായിച്ചിട്ട് ഒന്ന് അർത്ഥം വെച്ച് അയക്കാം. ഓക്കെ, വായിച്ചിട്ടൊന്ന് അർത്ഥം വെച്ചിട്ട് അയച്ചാൽ മതി. നമ്മൾ ഒന്നാമത്തെ പാരഗ്രാഫ് എടുക്കുകയാണ്. കൽപ്പന ചൗള സെഡ് ദാറ്റ് ഷീ നെവർ ഡ്രീംഡ് ആസ് എ ചൈൽഡ് ഇൻ കർണാൽ that she would cross the frontier of space. It was enough that her parents allowed her to attend engineering college after she graduated from Tagore School. അപ്പോൾ കൽപ്പന ചൗള സെഡ് ദാറ്റ്, അവൾ പറഞ്ഞു എന്ത്? ഷീ നെവർ ഡ്രീംഡ്, അവൾ ഒരിക്കലും എന്തായിട്ടില്ല, സ്വപ്നം കണ്ടിട്ടില്ല. ആസ് എ ചൈൽഡ് ഇൻ കർണാൽ എന്ന സ്ഥലത്ത് ജനിച്ച ഒരു കുട്ടിയെപ്പോലെ തന്നെ അവളും സ്വപ്നം കണ്ടിരുന്നില്ല. ദാറ്റ്, അതായത് ഷീ വുഡ് ക്രോസ്, അവൾ തീർച്ചയായിട്ടും ക്രോസ് ചെയ്യുമെന്ന് അവൾ വിചാരിച്ചിട്ടില്ല. ദ ഫ്രണ്ടിയർ ഓഫ് സ്പേസ്, ശൂന്യാകാശത്തിൻ്റെ അതിർത്തി അവൾ ക്രോസ് ചെയ്യുമെന്ന്, അതിർത്തി കടന്നു പോകുമെന്ന് അവൾ ഒരിക്കലും സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് എനഫ് ദാറ്റ്, അത് മതിയായിരുന്നു. എന്ത്? ദാറ്റ് ഹെർ പാരൻസ്, അവളുടെ മാതാപിതാക്കൾ അനുവദിച്ചു, ഹെർ ടു അറ്റൻഡ് എൻജിനീയറിംഗ് കോളേജ്, അവൾക്ക് എൻജിനീയറിംഗ് കോളേജിൽ അറ്റൻഡ് ചെയ്യാൻ പോകാൻ അവരുടെ മാതാപിതാക്കൾ അനുവാദം അവൾക്ക് നൽകിയിട്ടുണ്ട്. ആഫ്റ്റർ ഷീ ഗ്രാജുവേറ്റഡ് ഫ്രം ടാഗോർ സ്കൂളിൽ നിന്ന് ബിരുദം കിട്ടിയതിന് ശേഷം അവർ എൻജിനീയറിംഗ് കോളേജിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. അപ്പോൾ എൻജിനീയറിംഗ് കോളേജിൽ പറഞ്ഞേക്കുക എന്നുള്ളത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഉത്തരവാദിത്തം കൂടിയാണ്. അത് എൻജിനീയറിംഗ് കോളേജിൽ സ്ത്രീകളധികം പോകാറുണ്ടായിരുന്നില്ല.
അപ്പോൾ അതുകൊണ്ട് അവരുടെ മാതാപിതാക്കളോട് അവൾ ചോദിച്ചപ്പോൾ അവരെ എന്തായി എഞ്ചിനീയറിംഗ് കോളേജിൽ അയക്കാൻ തന്നെ തീരുമാനിച്ചു. ആഫ്റ്റർ എ ബാച്ചുലർ ഓഫ് സയൻസ് ഡിഗ്രി ഇൻ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് against great opposition from her father, she went for a master's degree to the United States of America. She later earned her PhD in aerospace engineering. Kalpana Chawla was the first Indian American woman astronaut to blast off from the launch pad at Cape Canaveral, Florida, and participate in a successful mission in space. Her family from India cheered along with staff at the Kennedy Space Center as they watched the Columbia liftoff. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് ആഫ്റ്റർ എ ബാച്ചുലർ ഓഫ് സയൻസ് ഡിഗ്രി. അപ്പോൾ ഡിഗ്രി ഒരു ബി എസ് സി ഡിഗ്രിക്ക് ശേഷം ബാച്ചുലർ ഓഫ് സയൻസ് എന്നാണ് BSc. അപ്പോൾ ഡിഗ്രി എയിലെടുത്തിട്ടുള്ള അവൾ ബാച്ചുലർ ഓഫ് സയൻസിലാണ് അവൾ ഡിഗ്രി എടുത്തിട്ടുള്ളത്. ഇൻ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിലാണ് അവൾ BSc കരസ്ഥമാക്കിയിട്ടുള്ളത്. അപ്പോൾ എയറോനോട്ടിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ് ആകാശ സംബന്ധമായിട്ടുള്ള ആകാശ സഞ്ചാര കലക്കാണ് എന്താ പറയുക എയറോനോട്ടിക്കൽ എന്ന് പറയാം. പിന്നെ എഗെയിൻസ്റ്റ് ഗ്രേറ്റ് ഓപ്പോസിഷൻ ഫ്രം ഹർ ഫാദർ, അവളുടെ പിതാവിൽ നിന്നുള്ള വലിയ എതിർപ്പിന് ശേഷം എതിരെ ഗ്രേറ്റ് ഓപ്പോസിഷൻ വലിയ എന്താണ് എതിർപ്പിന് പുറമേ ആയിട്ട് അവൾ ഫ്രം ഹർ ഫാദർ ഷീ വെൻറ്റ് ഫോർ എ മാസ്റ്റേഴ്സ് ഡിഗ്രി. അവളൊരു MAക്ക് പോയി. മാസ്റ്റേഴ്സ് ഡിഗ്രി BA കഴിഞ്ഞാൽ MA ചെയ്യും നമ്മൾ. അതുപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞാൽ എന്താവും, ഡിഗ്രിക്ക് മുകളിലാണെന്ത് മാസ്റ്റർ ഡിഗ്രി അല്ലേ. ബാച്ചുലർ ഡിഗ്രിക്ക് മുകളിലുള്ള ബാച്ചുലർ ഡിഗ്രി കഴിഞ്ഞാൽ പിന്നെ അടുത്ത് പോകാൻ മാസ്റ്റർ ഡിഗ്രിക്കാണ്. അപ്പോൾ മാസ്റ്റർ ഡിഗ്രിക്ക് അവൾ എവിടേക്ക് പോയി, എന്താ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. അപ്പോൾ അമേരിക്കയിൽ പോകാൻ അവളുടെ അച്ഛൻ എന്തായിട്ടില്ല, അവളെ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അവൾ അച്ഛൻ്റെ എന്താണ് വാക്കുകൾക്കൊക്കെ വാക്കുകൾക്കൊക്കെ ഓപ്പോസിഷൻ നൽകുക. അതായത് അവളെ അച്ഛൻ പറഞ്ഞു അവിടേക്ക് അമേരിക്കയിൽ പോയി പഠിക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് അമേരിക്കയിൽ പോയി പഠിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ എന്തായി ഷീ ലേറ്റർ ഏൺഡ് ഹെർ PhD ഇൻ എയറോസ്പേസ് എഞ്ചിനീയറിംഗ്. എയറോസ്പേസ് എന്ന് പറഞ്ഞാൽ ആകാശയാത്രയുടെ സാങ്കേതിക വിദ്യയാണ് എന്ത് എയറോസ്പേസ് എന്ന് പറഞ്ഞാൽ. ആകാശയാത്രയുടെ സാങ്കേതിക വിദ്യയ്ക്ക് പറയുന്നത് എയറോസ്പേസ്. അപ്പോൾ എയറോസ്പേസ് എഞ്ചിനീയറിംഗിൽ അവൾ എന്തായി PhD കരസ്ഥമാക്കി. PhD പറഞ്ഞാൽ ഡോക്ടറേറ്റ് എന്താണ്. ആദ്യം എന്താണ് ഡിഗ്രി, ബാച്ചിലർ ഡിഗ്രി, അതിനുശേഷം മാസ്റ്റർ ഡിഗ്രി, അതിനുശേഷം PhD. അപ്പോൾ അവൾ PhD കരസ്ഥമാക്കി. എയറോസ്പേസിൽ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിൽ ആദ്യം ഡിഗ്രി കരസ്ഥമാക്കി, ബാച്ചിലർ ഡിഗ്രി കരസ്ഥമാക്കി. പിന്നെ അതിനുശേഷം അവർ മാസ്റ്റർ ഡിഗ്രി കരസ്ഥമാക്കി. മാസ്റ്റർ ഡിഗ്രിക്ക് ശേഷം അവൾ PhD കരസ്ഥമാക്കി. എയറോസ്പേസ് എഞ്ചിനീയറിംഗിൽ PhD കരസ്ഥമാക്കി. കൽപ്പന ചൗള വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ അമേരിക്കൻ വുമൺ astronaut to blast off from the launch pad. അപ്പോൾ എന്താണ് കൽപ്പന ചൗളയാണ് ആദ്യത്തെ ഇന്ത്യൻ അമേരിക്കൻ. അപ്പോൾ ഇന്ത്യൻ അമേരിക്കൻ വംശജ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് എന്താ, ഇന്ത്യയിൽ ജനിച്ച് അമേരിക്കയിൽ താമസമാക്കി അവിടെ പഠിച്ച് വളർന്ന ആളുകളാണ് ഇന്ത്യൻ അമേരിക്കൻ എന്ന് പറയും. അമേരിക്കയിൽ കൂടുതൽ കാലം ജീവിച്ചു കഴിഞ്ഞാൽ എന്താണ് അമേരിക്കൻ്റെ ഇത് കിട്ടും, അവർക്ക് അമേരിക്കൻ്റെ പൗരത്വം കിട്ടും. അങ്ങനെ പൗരത്വം കിട്ടിയ ഒരു സ്ത്രീയാണ് കൽപ്പന ചൗള ഉള്ളത്. അപ്പോൾ ഇന്ത്യൻ അമേരിക്കൻ വുമൺ എന്ന് അതുകൊണ്ട് പറയണം. ഇന്ത്യയിൽ ജനിച്ച ആളാണ്, പിന്നെ അമേരിക്കയിൽ താമസമാക്കിയതാണ്. അതാണ് ഇന്ത്യൻ അമേരിക്കൻ വുമൺ എന്ന് പറയുന്നത്. ഇന്ത്യൻ അമേരിക്കൻ വുമൺ ആസ്ട്രോണറ്റ് അങ്ങനത്തെ ഒരു ബഹിരാകാശ യാത്രികൻ. ടു ബ്ലാസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ കുതിച്ച് ചാടാം. ബ്ലാസ്റ്റ് ഓഫ് ഫ്രം ദ ലോഞ്ച് പാഡിൽ നിന്ന് അവർ എന്തായി കുതിച്ച് ചാടി. അതായത് ലോഞ്ച് പാഡ് പറഞ്ഞാൽ ഈ വിമാനം പൊന്തണ സ്ഥലത്തിനാണ് ലോഞ്ച് പാഡ് എന്ന് പറയാം. അതായത് നമ്മൾ ബഹിരാകാശ വിമാനം പൊന്തണ ഒരു സ്ഥലം ഉണ്ടാവും, അതിനാണ് അത് 1, 2, 3 അങ്ങനെ കൗണ്ട് ഡൗൺ കഴിഞ്ഞ ശേഷം 10 മുതൽ കൗണ്ട് ഡൗൺ താഴേക്ക് 1 വരെ എണ്ണീറ്റ് ആണ് ഇത് ഉയരുക. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വീട്ടിൽ കണ്ടിട്ടുണ്ടാവും ബഹിരാകാശ വാഹനങ്ങൾ
പൊന്തുന്നത് അല്ലേ, വലിയൊരു തീഗോളമായിട്ടാണ് പൊന്തുക. അപ്പോൾ എന്താ ലോഞ്ച് പാഡ് എവിടെയുള്ള കേപ്പ് കാർണിവൽ എന്ന സ്ഥലത്തുള്ള ഫ്ലോറിഡയിലെ കേപ്പ് കാർണിവൽ എന്ന ലോഞ്ച് പാഡിൽ നിന്നാണ് ഇവളെന്തായിട്ടുള്ളത് എന്താണ് കുതിച്ചാടിയിട്ടുള്ളത്, അതായത് ഈ വാഹനം പൊന്തിയിട്ടുള്ളത്. അങ്ങനെ ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ എ സക്സസ്ഫുൾ മിഷൻ ഇൻ സ്പേസിലെ ഒരു വിജയകരമായിട്ടുള്ള ഒരു ദൗത്യത്തിൽ അവളെന്തായിട്ടുണ്ട് പങ്കെടുത്തിട്ടുണ്ട്. പാർട്ടിസിപ്പേറ്റ് എന്ന് പറഞ്ഞാൽ പങ്കെടുക്കുക. ഇൻ എ സക്സസ്ഫുൾ ഒരു വിജയകരമായിട്ടുള്ള മിഷൻ ദൗത്യം, ഇൻ സ്പേസിൽ ഒരു വിജയകരമായിട്ടുള്ളൊരു ദൗത്യം അവർ പൂർത്തീകരിച്ചു. ഹെർ ഫാമിലി ഫ്രം ഇന്ത്യ ചീർഡ്, അവളുടെ ഇന്ത്യയിലുള്ള കുടുംബക്കാരെന്തായി ചീർഡ് എന്നുള്ള സന്തോഷിച്ചു. അലോങ് വിത്ത് ദ സ്റ്റാഫ് അറ്റ് ദ കെന്നഡി സ്പേസ് സെൻറ്റർ. കെന്നഡി എന്ന് പറഞ്ഞ പേരാണ്, ഒരാളുടെ പേരാണ്. ജോസഫ് കെന്നഡി എന്നുള്ള ആളുടെ പേരിൽ ഉണ്ടാക്കിയ സ്പേസ് സെൻറ്ററാണ് ഇത് കെന്നഡി സ്പേസ് സെൻറ്റർ. അപ്പോൾ എന്താണ് അമേരിക്കയിൽ പ്രസിഡൻ്റായിരുന്ന ജോൺ കെന്നഡിയുടെ പേരിലുണ്ടാക്കിയ ഒരു സ്പേസ് സെൻറ്ററാണ് കെന്നഡി സ്പേസ് സെൻറ്റർ. അപ്പോൾ അവിടെ ഉള്ള ആളുകൾ, അവിടെയുള്ള സ്റ്റാഫുകളോട് കൂടെ ഇവരുടെ ഫാമിലിയും അവരോട് കൂടെ സന്തോഷിച്ചു. ഈ ഒരു സ്പേസിൽ പോകുക എന്നുള്ളത് ലോകത്ത് ആദ്യമായിട്ടാണ് സ്പേസിൽ പോകുന്നത്. അതും ഒരു വനിതയും കൂടി ആ സ്പേസിൽ പോയിട്ടുണ്ട്. അപ്പോൾ അവരോട് കൂടെ തന്നെ അവരുടെ കുടുംബക്കാരെന്തായിട്ട് നന്നായി സന്തോഷിച്ചിട്ടുണ്ട്. എങ്ങനെ ആസ് ദേ വാച്ച്ഡ് ദ കൊളംബിയ ലിഫ്റ്റ് ഓഫ്. കൊളംബിയ ഇപ്പോൾ ലിഫ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം, ലിഫ്റ്റ് പറഞ്ഞാൽ ഉയരുക, കൊളംബിയ എന്നുള്ള ഇതിൻ്റെ പേരാണ്, സ്പേസ് ഷട്ടിലിൻ്റെ പേരാണ് സ്പേസ്, ഈ വിമാനത്തിൻ്റെ പേരെന്താണ് കൊളംബിയ എന്നുള്ളതാണ്. അപ്പോൾ ഈ കൊളംബിയ ആകാശത്തേക്ക് ഉയരുന്നതോടുകൂടെ ഇവരെല്ലാവരും എന്തായി സന്തോഷിച്ചു. അതോടുകൂടെ അവരുടെ കുടുംബവും സന്തോഷിച്ചു. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താണ്. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.